തൃശ്ശൂർ പൂരത്തിൽ ഇത്തവണ നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി ഘടകപൂരവുമായി വടക്കുന്നാഥ സന്നിധിയിലേക്ക് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തുമോ എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫിറ്റ്നസ് പരിശോധനകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഫിറ്റ്നസ് അത് അത്ര കണ്ട് കൃത്യമാണ് എന്നുള്ള കാര്യം വിശദീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും നിരവധിയായ ആളുകൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ഒന്ന് കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഫിറ്റ്നസ് പരിശോധനയുമായി എത്തിച്ചേർന്നിരിക്കുന്ന മറ്റ് ആനകളെയൊക്കെ കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പം നമുക്ക് അവരുടെയൊക്കെ ചില പ്രതികരണങ്ങളിലേക്ക് പോകാം. എന്താണ് ഇവരുടെയൊക്കെ ഒരു പ്രതീക്ഷ എന്നുള്ളതൊക്കെ. ബ്രോ, ഒരു കാര്യം ചോദിച്ചോട്ടെ, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിടമ്പേറ്റി വരണം എന്നുള്ള ആഗ്രഹമുണ്ട്? പിന്നല്ലാണ്ട് തീർച്ചയായിട്ടും. നിങ്ങളുടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിടമ്പേറ്റി വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. 10 നാളായിട്ട് നടന്നിരുന്നൊരു പരിപാടി ഇതുപോലെ 3 ദിവസം പൂരാക്കി മാറ്റിയത് വരാമല തന്നെയാണ്. അതിലൊരു സംശയമില്ല. ഈ പെരാമംഗല ആനയുടെ ഒരു പ്രസക്തി എന്താ? സൂപ്പർ സ്റ്റാർ അല്ലേ, എന്തൊക്കെ പറഞ്ഞാലും ആനകളിൽ എന്താ പറയുക, ഒരു സൗന്ദര്യത്തിൻ്റെ വേറൊരു രൂപമല്ലേ. ഒരു ദേശത്തിന്, ഒരു നാടിനെ മുഴുവൻ അടയാളപ്പെടുത്തിയ ഒരു വലിയ മനുഷ്യന്മാർക്ക് പറ്റാത്ത കാര്യങ്ങളാണ് ഒരു ആനയിലൂടെ. അതായത് ഈ തെക്കേ ഗോപുരനട തുറക്കണത് ലോകത്തെ 2014 ആദ്യമായിട്ട് ഇത് ചെയ്തപ്പോൾ അതോടുകൂടിയാണ് 4 ആൾ കൂടിയത്. അതല്ലെങ്കിൽ അറിയാത്തൊരു ചടങ്ങായി മാറി അവശേഷിക്കുകയായിരുന്നത്. അതിനെ ഒരു വിളംബരമാക്കി ഈ ലോകം അറിയപ്പെടുന്ന മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു ചടങ്ങാക്കി മാറ്റി. ഇപ്പോൾ എറണാകുളത്ത് ശിവകുമാർ ആന ഇന്ന് വന്നപ്പോഴും ആരവങ്ങളായിരുന്നു. അത് വിളംബരം എന്നുള്ള നിങ്ങളുടെ ഹൃദയത്തിലാണ്. അതൊരു വലിയ അടയാളപ്പെടുത്തലാണ്. അത്തരത്തിലാണ് ഇവരെയൊക്കെ സംബന്ധിച്ച് ഇവരുടെ ഹൃദയത്തിലേക്ക് അതിൻ്റെ ഏറ്റവും ആഴത്തിലിറങ്ങിച്ചേർന്നതാണ് രാമൻ എന്ന് പറയുന്ന വികാരം. ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ തിടമ്പേറ്റി വരുന്ന കാണാൻ പ്രത്യേക ചന്തമുണ്ട്. പിന്നെ നല്ല രസമല്ലേ കാണാൻ. ഇങ്ങനെ പ്രത്യേകം നോക്കാറുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന മറ്റാനകളെ കാണാനാണോ അല്ലെ രാമനെ കാണാൻ? രാമനെ കാണാൻ. അപ്പം നാളെ ഇപ്പം നെയ്തൽക്കാവിലെ അമ്മയുടെ തിടമ്പേറ്റി വരുന്നു പ്രതീക്ഷിക്കുന്നു. വരില്ലേ അല്ലേ ചേട്ടാ? ഈ രാമൻ എന്ന് പറയുന്നതേ പൊതുവെ ഈ തൃശ്ശൂരുകാരുടെയും ആന ആസ്വാദകരുടെയും ഒക്കെ ഹൃദയത്തിലേക്ക് അങ്ങനെ ചേർന്ന് അതിൻ്റെ ഹൈറ്റ് അതന്നെ സൗന്ദര്യം. ഓരോനിക്ക് ഓരോ രീതിയിൽ പാമ്പാടി രാജനെ പോലെ തെച്ചു വിട്ടത് അതുപോലെ ശിവസുന്ദരായിരുന്നു. ഇപ്പോൾ ചന്ദ്രശേഖരൻ അവിടെ നിൽക്കണു, രാമൻ അപ്പുറത്ത് നിൽക്കണു. പല രീതിയിലുള്ള ഇതല്ലേ. ചില ആനകൾക്ക് ഭംഗിയാവും, അഴകാവും, ചില നിലവാവും, ചില ഹൈറ്റിലാവും. അങ്ങനെ പല രീതിയിലുള്ളതാണ് നമ്മൾ ആനകളെ സ്നേഹിക്കുന്നത്. അതിനുണ്ട് ഓരോ ആനേനെ മാത്രമല്ല സ്നേഹിക്കുന്നത്, എല്ലാ ആനകൾ ഹൃദയത്തിലാണ്. അതെ, തീർച്ചയായും. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞാനിപ്പോൾ ഇത് പ്രത്യേകം ചോദിക്കുകയാണ്. ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇപ്പോൾ ഫിറ്റ്നസ് പരിശോധന കഴിഞ്ഞു പോയി. ഇനിയിപ്പം വനംവകുപ്പും അതുമായി ബന്ധപ്പെട്ട ആളുകളാണ് അതിൻ്റെ ഫിറ്റ്നസ്സൊക്കെ തീരുമാനിക്കേണ്ടത്. എങ്കിൽ പോലും ഈ ആന വരുമ്പോൾ ഇത്രയധികം ആളുകൾ അണിനിരക്കാനും ഇങ്ങനെ നോക്കിക്കാണുന്ന കാരണം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഏകഛത്രാധിപതി. അതിന് വെല്ലാനും ഒരു ആനില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന വരുമ്പോൾ സദസ്സിലെ ആൾക്കാർ തന്നെ വരും. ബാക്കി എല്ലാ ആനകൾ വരുമ്പോൾ ഒരു 50 ആൾ വരുന്നുണ്ടെങ്കിൽ ഇതിന് 1000 ആൾ വരും. അതിന് പ്രത്യേകത. രാമൻ്റെ ഫാൻ അല്ല, പിന്നെ ഇതിപ്പോൾ ഇവിടെ വരുന്നതുകൊണ്ട് ഞങ്ങൾ കാണാൻ വന്നത്. ഇവിടെ അടുത്ത് തന്നെ വീട്, എന്നാലും ഞങ്ങൾ ഒന്നുകൂടി കാണാൻ വന്നു. തെച്ചിക്കോട്ട് രാമചന്ദ്രനെ എല്ലാവരും കാണാൻ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഈ സമയത്തോട് വന്നത്. അതെ, ഫാമിലിയാണ്. നിങ്ങളും ഈ ആരാധികയാണോ? തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ ആരാധിക? അടിപൊളി. കാണാറുണ്ട്? കാണാനും 2 കൊല്ലമായിട്ട് ഇപ്പോൾ പൂരത്തിന് വന്നിട്ട് അങ്ങനെ കാണലുണ്ട്. ഇത്തരത്തിലാണ് ഇത്. രാമൻ എന്ന് പറയുന്ന ഒറ്റ വികാരം, അത് നെഞ്ചേറ്റുന്ന ഒരു പറ്റം മനുഷ്യരുടെ ഒരു കൂട്ടമാണ് ഇവിടെ കാണുന്നത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന് പറയുന്ന ഏകഛത്രാധിപതി എന്ന വിളിപ്പേരുള്ള രാമനെന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആന ആസ്വാദകരൊക്കെ പറയുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്തുകൊണ്ടാണ് ഇത്രത്തോളം ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് എന്നുള്ളതിനുള്ള ഉത്തരമാണ് ഇത്രയും സമയം നമ്മൾ കേൾക്കുകയും ചെയ്തത്. ഇനി ഫിറ്റ്നസ് പരിശോധനയുടെ ഫലം പുറത്തേക്ക് വരണം. നാളെ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി രാമൻ പൂരപ്പറമ്പിലേക്ക് എത്തുമോ എന്നുള്ളത് കണ്ടറിയുകയും വേണം. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.